ഇതിൽ രാഷ്ട്രീയമുണ്ട്, ഇതിൽ പ്രണയമുണ്ട്, ഇതിൽ കാമമുണ്ട്, ഇതിൽ പെണ്ണിനെ ആണ് പറ്റിക്കുന്ന സന്ദർഭങ്ങളുണ്ട്. പക്ഷേ അതിനെല്ലാം ഉപരിയായിട്ട് അദ്ദേഹം ചെയ്തിട്ടുള്ള ചില സംഗതികൾ, ഇത് ഏറ്റവും പാരിസ്ഥിതിക പ്രധാനമായ ഒരു പുസ്തകമാണ്. ഒരു ഡയലോഗ് വായിക്കാം. ഒന്ന്, മണ്ണിന് അതിൻ്റെതായ ചില തീരുമാനങ്ങളുണ്ട്. അരുതായ്മകളോട് മണ്ണെന്നും മുഖം തിരിച്ചു നിന്നിട്ടുമുണ്ട്. നേരിന്റെ പൊന്നും നെറിയുടെ വിത്തും, ഇതൊരു വാക്കാണത്, നേരിന്റെ പൊന്നും നെറിയുടെ വിത്തും വിതച്ചവൾ തന്നെ. പ്രാണൻ പറിച്ചെറിയുന്നത് പോലെ ശരികേടിന്റെ കളകളെ തൂത്തെറിയാറുമുണ്ട്. അത് തന്നെയാണ് ഇപ്പൊ സംഭവിച്ചത് ചൂരൽമലയിൽ. നമുക്ക് ഒരു മനുഷ്യന്റെ ദർശനം, ഇത് നോവൽ എഴുതിയിട്ട് കുറച്ച് നാളുകളായി, ഇതാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി അദ്ദേഹം ഈ നോവലിൽ പറഞ്ഞിരിക്കുന്ന കുറെ പ്രകാരങ്ങളെ കുറിച്ച് പറയാം. ഒന്ന്, ഒരു മനുഷ്യനെ അവതരിപ്പിക്കുമ്പോൾ ചാണത്തല, ഞാനിങ്ങനെ ശരിക്കും കുളിര് പോലെയാണ് ആ വാക്ക്. പണ്ട് നമ്മളെ പറയും, ഇപ്പോഴാണ് നമ്മൾ കഷണ്ടി എന്ന അച്ചടി ഭാഷയിലേക്ക് എത്തിയത്, അല്ലെ? നമ്മള് പണ്ട് പറയുന്ന ഇപ്പൊ പീടികയിൽ പോകുമ്പോ അമ്പൂവിന്റെ പീടിയ, കോരന്റെ പീടിയ, ഇപ്പൊ എന്താ പറയാ, കടയിൽ പോകുന്നു. കാരണം പൈസ കൊടുക്കും. അങ്ങനെയുണ്ട്. ഈ നാട്ടിലൊരു പ്രശ്നം ഉണ്ടല്ലോ മനുഷ്യന്മാർക്ക്. ഞാൻ ഇടയ്ക്ക് പ്രസംഗത്തിൽ പറയുന്ന ഒരു സംഗതിയുണ്ട്. തൊഴിലുറപ്പ് പണിക്ക് പോകുന്ന 2 സ്ത്രീകളുണ്ട്. അപ്പം ഒരു മീനാക്ഷി ഷെട്ടി, ഒരു തമ്പായി ടി. ഈ മീനാക്ഷി ഷെട്ടി സ്ഥിരം പണിക്ക് പോയിക്കൊണ്ടിരിക്കും. തമ്പായിട്ട് വരുമ്പോൾ പഠിച്ചിട്ട് പൈസക്കാരൻ. അപ്പം തമ്പായിട്ടിക്ക് മീനാക്ഷി പറയുന്നതൊക്കെ തന്നെ പറയാൻ ഇഷ്ടമില്ല, ഒന്നും കൂടെ ഭംഗിയാക്കി പറയണമെന്ന് തോന്നുന്നു. അങ്ങനെ 2 പേരും ഒരു ദിവസം ഒരു പിടിയിലെത്തുന്നു. അപ്പോ ആദ്യം സ്ഥിരമായി തൊഴിലുറപ്പ് പണിക്ക് പോകുന്ന സ്ത്രീ പറയുന്നു, കണ്ണ, എനിക്ക് 1 കിലോ നേന്ത്രപ്പഴം വേണം. അപ്പം അപ്പോഴാണ് മീനാക്ഷി ഷെട്ടി കയറി വരുന്നത്. ഈ തമ്പായി പറയുന്നതൊക്കെ തന്നെ ഞാനും പറഞ്ഞാൽ പിന്നെ എന്റെ ഭാഷയ്ക്ക് എന്തോ ഒരു ഇതില്ല. അപ്പൊ അവർ പറഞ്ഞു, കണ്ണ, എനിക്ക് വേണം 2 കിലോ നിയമതന്ത്ര പവിഴം. ഇതാണ് പ്രശ്നം. ഇതാണ് ഒരു പൊതുസമൂഹത്തിന്റെ പ്രശ്നം. നമ്മൾ വിചാരിക്കുന്നു ഈ ഭാഷ മാറിയാൽ നമ്മൾ എന്തോ ആയി എന്നുള്ളത്. പക്ഷെ ഈ ഭാഷയിലാണ് നമ്മുടെ ജീവൻ നിൽക്കുന്നത്, അല്ലെ? നമ്മുടെ ജീവൻ നിൽക്കുന്നത് ഭാഷയിലാണ്. ഈ ചാണത്തല, കാറ്റിന് ബന്ധമാണ്. ഒരു സ്ഥലത്ത് ഞാൻ വായിച്ചതാണ്, ഈ നോവലിലാണ്. അതുപോലെ ഈടുന്ന് കീഞ്ഞ തുണുപ്പിലെത്തും, തുണുപ്പിലെത്തിയ കുളുപ്പ് ഒരു വാക്കാണ്. അപ്പം എന്റെ അനിയൻ നേരത്തെ വന്ന ബാലേന്ദ്ര മാഷിന്റെ ഒരു പുസ്തകത്തിന്റെ പേര് കുളുപ്പ് എന്നാണ്. ഞാൻ ആ പേരിടുമ്പോ എന്റെ ഉള്ളിലൊരു തണുപ്പുണ്ടായിരുന്നു. ഈ കുളുപ്പ് ഇല്ലേ, നമ്മൾ ഇപ്പൊ ഉപയോഗിക്കാത്തൊരു വാക്കാണ്. പിന്നെ അതിൽ ഞാൻ വളരെ രസകരമായി തോന്നിയൊരു സംഗതി എന്താ അറിയോ, നാർച്ചിക്കാടിന്റെ ഉണങ്ങിയ കൊമ്പ്. അങ്ങനത്തെ ഓർമ്മയില്ലേ നിങ്ങൾക്ക്? നമ്മള് ഈ കണ്ടത്തിൽ പണിക്ക് പോയിട്ട് വൈകുന്നേരം കാലി ചൊറിയുമ്പോ നാർച്ചിക്കാടിന്റെ ചപ്പല കൊണ്ടുവന്നിട്ട് വരച്ചിട്ട് ഇല്ലേ, അങ്ങനത്തെ ഒരു അനുഭവം ഇല്ലേ? അതാ എനിക്ക് ഓർമ്മ വന്നത്. കാരണം എവിടത്തേക്കോ കൊണ്ടുപോവാണ് മനുഷ്യന്മാരെ. അതായത് എന്റെയൊക്കെ പൂർവ്വകാല ജീവിതത്തിലേക്ക് എന്നെ വല്ലാതെ തിരിച്ചു കൊണ്ടുപോകുന്ന ഒരു വല്ലാത്ത അനുഭവം അതിലുണ്ട്. പിന്നെ കിടാരി, നെയ്മുളി, പിന്നെ വളക്കുണ്ട്. എന്തൊരു ഭംഗിയാണ്. അതായത് ഞാൻ പറയുന്നത് നോവലിന്റെ ബഹുതല സ്പർശിയായ വാക്കുകളെ കുറിച്ചാട്ടോ. വളക്കുണ്ട്. അപ്പം വളക്കുണ്ടൊന്നുമില്ല. ഇപ്പൊ നമുക്ക് എന്താ പറയാ, വീട്ടില് പശുവിനെ വളർത്തലും അത്ര കൾച്ചറൊന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അപ്പൊ ഒരു വളക്കുണ്ട് വീടിന്റെ ഐശ്വര്യമാണ്. പിന്നെ നരിമണി, അത് പിന്നെ ഇവരെ നാട്ടിലുള്ള സാധനമാണ്, നമുക്ക് അങ്ങനത്തെ പരിചയമില്ല. ഒരു വാക്കെന്ന് പറയും, നന്ന പൈക്കുമ്പോ എന്റെ ഉള്ളിൽ നിന്ന് കേറി വന്നൊരു സാധനമാണ് നന്ന പൈക്കുമ്പോ. കാരണം എന്നെ പോലത്തെ ഒരു മനുഷ്യൻ അത് വല്ലാതെ ഫീൽ ചെയ്യും. അതിന് കാരണമുണ്ട്. അതിന്റെ കാരണം നാരായണനെ അറിയാം. എന്താ കാര്യം എന്ന് പറഞ്ഞാല്, നമ്മള് ഈ വീട്ടിൽ നിന്ന് രാവിലെ അച്ഛനമ്മേലെ പണിക്ക് പോകുക. അപ്പം നമുക്ക് വേറൊന്നും അന്നേരം ഉച്ചക്കഞ്ഞൊന്നും ഇല്ലാത്തൊരു കാലത്താണ് നമ്മൾ സ്കൂളിൽ പഠിക്കുന്നത്. അപ്പൊ ഒരു കാര്യമുണ്ട്, തരി വെച്ചക്ക് 2 ഓഹരിയാണ്. സ്കൂളിൽ തരി വെച്ച കക്ഷിക്ക് 2 ഓഹരിയാണ്.